ഹലോ എവരി വൺ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക ഞാൻ എന്തിനാണ് ഈ പാട്ട കുപ്പികളൊക്കെ മെഷീനിലോട്ട് ഇടുന്നതെന്ന്. അതറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കും. ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ ഉച്ച സമയത്ത് എങ്ങോട്ട് നടന്നു പോകുന്നതെന്ന്. എന്നാൽ ഇത് ഉച്ച സമയമല്ല, ഇത് രാത്രി ഒരു 7:30-8 മണി ആണ്. ഇവിടെ ഇപ്പം സൂര്യൻ ലൈറ്റായിട്ടാണ് അസ്തമിക്കുന്നത്. വിൻ്റർ ആകുമ്പോൾ നേരത്തെ ഇരുട്ടാവും. പക്ഷേ സമയം ഇപ്പോൾ 7:30 ആയിട്ടേ ഉള്ളൂ. ആകാശമൊക്കെ തെളിഞ്ഞ് നിൽക്കുകയാണ്. കണ്ട രാത്രിയാണെന്ന് പറയത്തേ ഇല്ല. എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പം യൂസ് ടു ആയി. അപ്പോൾ ഞാൻ പോകുന്ന വഴി പകർത്തിയ കാഴ്ചകളൊക്കെയാണിത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ആൽദി എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നടക്കാറുണ്ട്. ഞങ്ങൾക്ക് സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അവിടേക്കാണ് പോകേണ്ടത്. അപ്പം രാത്രി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വീഡിയോ ഓണാക്കിയ വൈഷ്ണവ് പിന്നെ സംസാരിക്കത്തില്ല. അതായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അവന്റെ ഫേസ് വീഡിയോയിൽ വന്ന അവൻ സംസാരിക്കത്തില്ല. സമയം രാത്രി 8 മണി. സമയം കൂടെ പറയൂ. ഇപ്പോൾ സമയം രാത്രി 8:21 ഇവിടെ ഇപ്പോഴും രാത്രി ആയിട്ടില്ല. ഇവിടെ രാത്രി ആവണമെങ്കിൽ ഏകദേശം ഒരു 9:45-10 മണി ആവണം. ഇപ്പോൾ ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കാം. വീണ്ടും ഞാൻ മിണ്ടൂല്ല. പറ, എന്തെങ്കിലും പറയൂ വൈഷ്ണവ്. ഇതാണ് ആ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് തന്നെ വരുന്നത്. യെസ്, ഇപ്പൊ കാണുന്നുണ്ട്. രാത്രി 8 മണിക്ക് ജോഗ് ചെയ്യുന്നവര്. ഇതാണ് ഞങ്ങളുടെ അൽദി. ഇവിടെ മുട്ടയ്ക്ക് ഓരോന്നിനും ഓരോ റേറ്റാണ്. 3.19. ഈ കാണുന്നത് കളറടിച്ച മുട്ടയാണ്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് എനിക്കറിയില്ല. സാധാ മുട്ടയായിരിക്കാം. കളറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണാവോ. ഇവിടെ അങ്ങനെ വലിയ വിലക്കുറവൊന്നും ഇല്ല. എന്നാലും കമ്പാരിറ്റീവ്ലി ചില സൂപ്പർ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ചില സാധനങ്ങളൊക്കെ വിലക്കുറവാണ്. പിന്നെ ഞങ്ങൾക്ക് അടുത്ത് ഉള്ളതും ഇതാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങോട്ട് തന്നെ വരുന്നത്. ഈ കാണുന്നതൊക്കെ ആൽക്കഹോളിൻ്റെ സെക്ഷനാണ്. നാട്ടിലത്തെ വെച്ച് നോക്കുമ്പം നല്ല വിലക്കുറവുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിയറിനൊക്കെ ഇവിടെ നല്ല വിലക്കുറവാണ്. 89 സെൻറ്റ് 65 സെൻറ്റ് തൊട്ടൊക്കെ ബിയറുണ്ട്. അതായത് നാട്ടിലത്തെ 65 രൂപ 80 രൂപ 90 ആ ഒരു റേഞ്ചിലോട്ട് ക്യാൻ ബിയറൊക്കെ ഇവിടെ കിട്ടും. ഇതാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. ഞാൻ കുപ്പികളൊക്കെ പറക്കി ഒരു മെഷീനിലോട്ട് ഇടുന്നത്. ഒട്ടുമിക്കവർക്കും അറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം. അറിയാത്തവർക്കായിട്ട് ജർമ്മനിയിൽ നമ്മൾ ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ മേടിക്കുമ്പോൾ നമ്മളൊരു ഫാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 25 രൂപ എക്സ്ട്രാ അവർ പിടിക്കും. അപ്പോൾ നമ്മൾ ഈ കുപ്പികൾ കൊണ്ട് തിരിച്ച് ഈ മെഷീനിൽ ഇടുമ്പോൾ നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടും. ഇതിവിടുത്തെ പൊല്യൂഷൻ കുറയ്ക്കാനും പിന്നെ സിറ്റിയൊക്കെ ക്ലീൻ ആയിരിക്കാനും പിന്നെ റീസൈക്ലിങ്ങിന് വേണ്ടി നല്ല ഹെൽപ്ഫുള്ളാണ്. ഇത് നമ്മുടെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം നല്ലൊരു ഐഡിയ ആണ്. നമ്മുടെ പൈസ തന്നെയാണ് തിരിച്ച് കിട്ടുന്നത്. എന്നാലും കുപ്പികളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് തിരിച്ച് ഇടുമ്പം ഒരു എമൗണ്ട് കൈ കിട്ടും. എനിക്കാണെങ്കിൽ 2 യൂറോ 50 സെൻറ്റാണ് കിട്ടിയത്. 250 രൂപ അടുപ്പിച്ച് ഉണ്ട് നാട്ടിലത്തത്. അപ്പം ഞാൻ ആ പൈസയ്ക്ക് സാധനം മേടിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോഴത്തേന് ഇരുട്ടി തുടങ്ങിയായിരുന്നു. സമയം 9 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഈ അൽദി ആണെങ്കിൽ 9 മണി വരെ ഉള്ളൂ രാത്രി. അത് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും. അപ്പം തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് നടക്കുക. രാത്രി ഇവിടെ കൂടെ നടക്കാൻ നല്ല രസമാണ്. എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് പകലിനേക്കാളും കുറച്ചുകൂടെ രാത്രിയാണ് ഇവിടെ ഇഷ്ടം. മൂണില്ലാത്ത ദിവസം അപ്പം നമുക്ക് കുറേ നക്ഷത്രമൊക്കെ കാണാൻ പറ്റുന്ന പറഞ്ഞു. ഞങ്ങളെപ്പോഴും നടന്നു വരുന്ന ഡാമിൻ്റെ നൈറ്റ് വ്യൂ ആണിത്. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ. ആ സൈഡിലാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. നല്ല രസമാണ്. ഈ വീഡിയോയിൽ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ടാണ് നല്ല രസമാണ്. ഒരു പ്രത്യേക വൈബായിരുന്നു ഇതുവഴി കൂടെ നടക്കാനായിട്ട്.
ആക്ച്വലി ഇത് ഡാം അല്ല കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഇത് വന്നിട്ട് പനാമ കനാൽ അറിയാവുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതുപോലത്തെ ഒരു സെറ്റപ്പാണ്, ഒരു വാട്ടർ വേ ആണ്. അതിൻ്റെ ഡേ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ചരക്ക് കൊണ്ടുവന്ന എന്തോ കണ്ടെയ്നർ കടത്തിവിടുന്ന ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ഷിപ്പ് എന്ന് പറയാമെന്ന് എനിക്കറിയില്ല, ഒരു ബോട്ടെന്ന് വിചാരിക്കുക. അത് വന്നിട്ട് ഒരു ചാനലിലോട്ട് എൻ്റർ ചെയ്യുമ്പം ഈ ഗേറ്റ് ഇങ്ങനെ ക്ലോസ് ആവും. എന്നിട്ട് ആ ഗേറ്റ് ക്ലോസ് ആയിട്ട് മറ്റേ സൈഡിലെ ഗേറ്റ് ഓപ്പൺ ആക്കും. അപ്പം ഇവിടുത്തെ വെള്ളം നിറയും. അപ്പം ഈ കപ്പലിപ്പോൾ പൊങ്ങുന്നത് നോക്കിക്കോ, ഇങ്ങനെ പൊങ്ങി 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 വരും. എന്നിട്ട് മറ്റേ റിവറിൻ്റെ ലെവലിലെത്തുമ്പം മറ്റേ ഫ്രണ്ടിലത്തെ ഗേറ്റ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഈ ഷിപ്പ് അല്ലെങ്കിൽ കപ്പൽ അല്ലെങ്കിൽ ബോട്ട് ഇത് പോകും. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. രണ്ട് സൈഡിലും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എന്തിനാ ഇങ്ങനെ പണിഞ്ഞ് വെച്ചേക്കുന്നതിൻ്റെ അതൊന്നും എനിക്കറിയില്ല. സംഭവം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ഗേറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള ആഴം. അടുത്ത ഷിപ്പ് വരുമ്പം അത് തുറക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയാണ് ഞങ്ങൾ വന്നത്. വൈകുന്നേരമായിരുന്നു അത് ആ വീഡിയോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തി. ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിംഗ് പോലത്തെ സംഭവമാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ. മറ്റൊരു സിസ്റ്റം ഞാൻ കാണിച്ചു തരാം. നമുക്ക് റോഡ് നാട്ടിലത്തെ പോലെ ചുമ്മാ എടുത്ത് ചാടി ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഈ സിഗ്നലിൻ്റെ അവിടെ ഒരു ബട്ടണുണ്ട്. അത് പ്രസ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ സംഭവമാണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ബിറ്റ് വാട്ടർ എഴുതി കാണിക്കും. അത് വീഡിയോയിൽ ക്ലിയർ ആവുന്നില്ല, അങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം വണ്ടികളൊക്കെ സ്റ്റോപ്പായി ഈ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോഴേക്കും നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്. അല്ലാതെ ക്രോസ് ചെയ്താൽ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോവും. അവർ മൂന്നുപേരും കൂടെ പാട്ടൊക്കെ പാടി പോകുന്നുണ്ട്. എനിക്ക് പാടാറിയാത്തതുകൊണ്ട് ഞാൻ കൂടിയില്ല. ഞാൻ വീഡിയോ എടുത്തൊക്കെ നടക്കുകയായിരുന്നു. എന്തോ നല്ലൊരു വൈബാണ് എനിക്ക് ഇവിടെ കൂടെ നടക്കുമ്പോൾ കിട്ടുന്നത്. രാത്രിയാണെങ്കിലും ഒരു നല്ല വൈബുള്ള സ്ഥലം. പക്ഷേ എൻ്റെ വീട്ടിലോട്ടുള്ള വഴി അത്ര വൈബില്ല കേട്ടോ. അത് നിങ്ങൾ ലാസ്റ്റ് കാണുന്നതായിരിക്കും. അങ്ങനെ നടന്ന് മോളിൽ എത്തുമ്പം ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഞങ്ങളുടെ കൂടെയുള്ള 2 ആതിരന്മാരുടെയും ഹോസ്റ്റൽ. ഞങ്ങളുടെ സ്റ്റേ ഇവിടെയല്ല. യക്ഷിനെ പോലുണ്ട്. വിജനമായ വഴികളിൽ കൂടെ ഞങ്ങൾ 2 പേരും നടന്നു നീങ്ങുകയാണ്. ഒരു മനുഷ്യനെ പോലും കാണാനില്ല. ഇവിടെ പ്രേതം കാണൂ. അവിടുന്ന് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴിയാണ്. ഒറ്റ മനുഷ്യൻ കാണില്ല ഈ സമയത്ത്. പോരാത്തിന് കുറച്ചുകൂടെ മുകളിലോട്ട് എത്തുമ്പോൾ അത് ഫുള്ള് എന്താ പറയുക, ഒരു സ്പൂക്കി വൈബാണ്. 2 സൈഡും കാടും. ഈ കാണുന്ന വഴിയുടെ അപ്പുറത്ത് ഫുള്ള് ഫോറസ്റ്റാണ്. ഒറ്റയ്ക്ക് ഒരാൾ വന്നാൽ ചിലപ്പം പേടിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ഏരിയ തന്നെയാണ് ഫെർഷങ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത യൂസ് ചെയ്യാത്ത ഐറ്റംസ് ഇവിടെ കൊണ്ടുവയ്ക്കും. ആവശ്യമുള്ളവർക്ക് എടുത്തിട്ട് പോവാം. ഇതാണ് ഞങ്ങളുടെ വീട്. ആരുമില്ല, മൊത്തം കട. റൂമിലെത്തി ഗൈസ്. പട്ടിക്കാട് എന്ന് പറഞ്ഞാൽ പട്ടിക്കാട്. രാത്രിയാണ് സീൻ. എന്തോ ചെയ്യാൻ. ഡ്യൂട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ സീനാണ്. എനിക്ക് രാത്രി 10 മണിയിലായിരിക്കും ഈവനിങ് ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പം 11-11:30 ആവും. പിന്നെ ഈ കാട്ടിൻ്റെ നടുക്കിലുള്ള റോഡിൽ കൂടെ ഒറ്റയ്ക്ക് വരണം. എന്താവും എന്തോ. അപ്പോൾ മറ്റൊരു ബോറിംഗ് ബ്ലോഗായിട്ട് വീണ്ടും കാണുന്നവരെ ചൂസ്.